Good evening, everyone. Good evening, everyone. English പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വാക്യം ഇംഗ്ലീഷിൽ തുടരുമെന്ന് പ്രതീക്ഷിക്കണ്ട. എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ചോറ്റാനിക്കരയായിട്ട് എനിക്ക് ഭയങ്കര അടുപ്പമാണ്. അതിന്റെ കാരണം ഞാൻ പറയാം. ചോറ്റാനിക്കര അമ്പലത്തിൽ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അതല്ല അടുപ്പം. ചോറ്റാനിക്കര മകം തൊഴിലിന്റെ ദിവസമുള്ള അന്നാണ് ഞാൻ ജനിച്ചത്. ഞാൻ ആക്ച്വലി ചോറ്റാനിക്കര അമ്മയുടെ നാള് തന്നെയാണ്. എൻ്റെ നാള് മകമാണ്. മകം തൊഴിൽ എത്ര മണിക്ക് അഭിലാഷ്? 1:30 2 മണിക്ക് 2 മണിക്കാണ് ഞാൻ ജനിച്ചത്. കറക്റ്റ് ഇവിടെ മകം തൊഴിലിന് വേണ്ടിയിട്ട് നട തുറക്കുമ്പോഴത്തേക്കും ചേർത്തലയിൽ ഒരു ഹോസ്പിറ്റലിൽ ഞാൻ ജനിച്ചു. അപ്പോ പണ്ട് തൊട്ടേ അമ്മ പറയുമായിരുന്നു, എടാ നീ മര്യാദക്കൊക്കെ പഠിച്ച് വലിയ ആളാകണം. അല്ല, വലിയ ആൾ നീ എന്തായാലും പോകും. എന്ന് വെച്ചാൽ നീ ചോറ്റാനിക്കര മകം തൊഴിലിന്റെ ദിവസമുള്ള ചോറ്റാനിക്കര അമ്മയുടെ നാളാണ്. അതുകൊണ്ട് ഭയങ്കര ലക്കിയാണ്. അതുകൊണ്ട് കുറച്ച് പഠിക്കുകയും കൂടെ ചെയ്താല് നീ വലിയ നിലയിലെത്തുമെന്ന് പറയുമായിരുന്നു. ഞാൻ പഠിച്ചു കേട്ടോ. ഞാനൊന്നും ഉഴപ്പൊന്നുമില്ല. ചെറിയ ഉഴപ്പൊക്കെ അല്ലാണ്ട് വലുതായിട്ട് ഉഴപ്പാണ്ട് ഞാൻ ഒരു എഞ്ചിനീയറായി. പക്ഷെ എനിക്ക് എന്നും ഫേമസ് ആകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ഞാനപ്പം അത്യാവശ്യം ടെന്നീസ് ബോളൊക്കെ വെച്ച് ക്രിക്കറ്റൊക്കെ അത്യാവശ്യം കളിക്കുമായിരുന്നു. ഞാൻ ഓർത്തത് അതായത് 17 വയസ്സാകുന്നവരെ ഞാൻ വിചാരിച്ചിരുന്നത് ടെണ്ടുൽക്കറിന്റെ റെക്കോർഡ് ഞാൻ പൊട്ടിക്കും. ഇപ്പൊ നമ്മുടെ വൈഭവ് സൂര്യവംശി അറിയാമോ? കുറെ പേർക്ക് അറിയില്ലല്ലേ? IPL ഇവിടെ കുറെ പേര് ഫോളോ ചെയ്യുന്നില്ല. IPL ഒന്ന് ഫോളോ ചെയ്ത് നോക്ക്. 14 വയസ്സുള്ള വൈഭവ് സൂര്യവംശി രാജസ്ഥാൻ റോയൽസിന് വേണ്ടി കളിക്കുന്നതാണ്. എന്ന അടിയല്ല ദൈവമേ! 6 എന്നൊക്കെ പറഞ്ഞ ഇശാന്ത് ശർമ്മയെ പോലത്തെ ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു ബോളറിനെയൊക്കെ 1 അടിയായിരുന്നു. അപ്പൊ വൈഭവ് സൂര്യവംശി ആണിപ്പം റെക്കോർഡ് ഇന്റർനാഷണൽ അല്ല, പക്ഷെ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ റെക്കോർഡ് ഉണ്ടാക്കി. ഓക്കെ, നമ്മുടെ വിഷയമല്ല. ഞാനിപ്പോ എന്റെ ബയോഡാറ്റ തന്നങ്ങനെ അത് മതി പോയി. സുമതി വളവാണ് നമ്മുടെ വിഷയം. സുമതി വളവ് അഭിലാഷ് പിള്ള എഴുതുന്ന 3ാമത്തെ പടത്തിലാണ് എനിക്ക് അവസരം അഭിലാഷ് തന്നത്. ആദ്യത്തെ പടം മാളികപ്പുറമാണ്. മാളികപ്പുറം ഇപ്പൊ കുറെ പേരെ കണ്ടാണോ അല്ലേ? അപ്പം മാളികപ്പുറമായിരുന്നു എൻ്റെ ഫസ്റ്റ് അഭിലാഷും വിഷ്ണുവായിട്ടുള്ള എൻ്റെ കൊലാബറേഷൻ. അതിനുശേഷം ആനന്ദ് ശ്രീവാൽ എന്ന് പറഞ്ഞ പടം ചെയ്തു. അതിൻ്റെ ഒരു ഉഗ്രൻ ക്യാരക്ടർ വന്നു. അതിനുശേഷം വീണ്ടും മാളികപ്പുറത്തിന്റെ സംവിധായകനും എഴുത്തുകാരനും കൂടെ ചെയ്യുന്ന ഒരു സിനിമയാണ് സുമതി വളവ്. ഒരു ഹൊറർ കോമഡി ജോണറിൽ വരുന്ന ഒരു സിനിമയാണ്. ഞങ്ങൾക്ക് എല്ലാ ആക്ടേഴ്സിനും ഇവിടെ വിളിക്കാൻ പറ്റില്ല, കാരണം നമുക്കിവിടെ ചെയറുകൾ കുറവാണ്. ഇനിയിപ്പോൾ ഒരാളും കൂടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ചെയർ ഇടാനില്ല. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടിട്ട് മാസ്കായി പോകും. അപ്പൊ അതുകൊണ്ട് അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്കും ഞങ്ങൾ വീണ്ടും ബോറടിപ്പിക്കാൻ വേണ്ടി വരില്ല. ബാക്കി അടുത്ത ലോഡിക്കകത്ത് കുറെ ആക്ടേഴ്സ് ഉണ്ട്. അപ്പം അർജുൻ അശോകൻ, ബാലു വർഗീസ്, ഗോകുൽ സുരേഷ്, ശ്രാവൺ മുകേഷ്, പറഞ്ഞ പല ആൾക്കാരുണ്ട്. ശ്രീജിത് രവി, നന്ദു ചേട്ടൻ, അല്ലേ, കുറെ പേരുണ്ട്. അപ്പൊ അടുത്ത പ്രാവശ്യം അവരൊക്കെ ആയിരിക്കും വരുന്നത്. നിങ്ങൾ എല്ലാവരും സുമതി വളവ് കാണാൻ വേണ്ടി തിയേറ്ററിൽ പോകുമോ? അടിപൊളി. ഞാൻ എൻ്റെ ഈ ലുക്കല്ലേ മുടിയൊക്കെ വളർത്തിയത്, ഇത് അഭിലാഷം എന്ന് പറഞ്ഞ എൻ്റെ ഒരു പടത്തില് ലുക്കാണ്. ഞാൻ മുടിയൊക്കെ വളർത്തിയിരുന്ന ലുക്കല്ല. അഭിലാഷ് പിള്ളയോട് എന്റെ സ്നേഹം കാണിക്കാൻ വേണ്ടി അഭിലാഷം എന്ന് പറഞ്ഞൊരു പടത്തിൽ ഞാൻ അഭിനയിച്ചു. അഭിലാഷം എന്ന് പറഞ്ഞൊരു കഥാപാത്രം വരുന്നുണ്ട്. വിഷയം അതല്ല. വിഷയം എന്ന് വെച്ചാല് ഞങ്ങൾ കുറച്ച് കോളേജസിലൊക്കെ പോയായിരുന്നു. നിങ്ങളെപ്പോലുള്ള യങ്സ്റ്റേഴ്സിന്റെ ഒക്കെ ചെന്ന് ഞങ്ങൾ പറഞ്ഞായിരുന്നു. അതിൻ്റെ അകത്ത് ഉഗ്രം പാട്ടുകളുണ്ടായിരുന്നു. പക്ഷെ അതിനകത്ത് എത്ര പേര് സിനിമ കാണാൻ പോയെന്നറിയില്ല. പക്ഷെ നമ്മളിത് പോകുമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഉത്സാഹിച്ചത് നിങ്ങളെ പോലെ തന്നെ എല്ലാവരും പറഞ്ഞു ഞങ്ങൾ ഉറപ്പായിട്ടും കണ്ടിരിക്കുമെന്ന്. പക്ഷെ കുറെ പേരൊക്കെ പോയി കാണും കേട്ടോ. നമ്മൾ അതിന്റെ സർവേ ഒന്നും എടുത്തിട്ടില്ല, അതുകൊണ്ട് അറിയില്ല. അപ്പൊ ഞാൻ ഒരു മുൻകൂറായിട്ട് പറഞ്ഞതേ ഉള്ളൂ, നിങ്ങൾ എല്ലാവരും ഒന്ന് പോണേ കാണാൻ. നിങ്ങൾ പോയാൽ തന്നെ നമ്മളവിടെ ഹിറ്റാണ്. അങ്ങനെ സുമതി വളവ് മെയ് മാസത്തിൽ റിലീസാകാൻ പോവാണ്. ഹൊറർ കോമഡിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. നിങ്ങളുടെ എക്സാംസിന്റെ ഒക്കെ അവസ്ഥ എന്താണ്?